പൂർണ്ണമായി വളർച്ച മുരടിച്ച മുടിവേരുകൾ പോലും ശക്തമായ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ സൊല്യൂഷൻ സഹായിക്കും കേട്ടോ. ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ പച്ചവെള്ളം എടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചവെള്ളത്തിന് പകരമായിട്ട് കഞ്ഞിവെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പഴങ്കഞ്ഞി വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. പഴങ്കഞ്ഞി വെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം, അതിനെ നേർപ്പിച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇത് വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ അളവിൽ നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാവേ. ഉലുവ നിങ്ങൾക്കറിയാം മുടി പൊടിക്കുന്നുണ്ട്, പക്ഷെ അത് നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കോ ഹെയർ സൊല്യൂഷനോ ഒക്കെ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പൊടിച്ചു വരുന്ന മുടിയെല്ലാം നല്ല ആരോഗ്യത്തോടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഉലുവ സഹായിക്കും. ഇവിടെ ഉലുവയുടെ കളറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അതിനുശേഷം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഉലുവയുടെ കളർ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ ഇടുന്ന സമയത്തേന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുവേ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടുന്ന സമയത്ത് തന്നെ പൂവിൻ്റെ കളറൊക്കെ മാറി വരും. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കി കളറും കൂടെ ഇതിലേക്ക് ഇറങ്ങും. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇത് ചൂടാക്കിയെടുക്കാം. ഇതിൽ നമ്മളിപ്പം ഒരു 4-5 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് നല്ല കളർ കിട്ടാത്തത് കേട്ടോ. നമ്മൾ ഒരു 8-10 ചെമ്പരത്തിപ്പൂ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാലും അത്യാവശ്യം നല്ലൊരു മെറൂൺ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഹെയർ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഉലുവ ഇട്ടതിന് പകരമായിട്ട് നിങ്ങൾക്ക് കരിഞ്ജീരകം വേണമെങ്കിൽ ഇടാം. അതുപോലെ തന്നെ സവാള അല്ലെങ്കിൽ ഉള്ളി വേണമെങ്കിൽ ഇടാം. അത് നിങ്ങളുടെ മുടിയുടെ പ്രശ്നം എന്തെന്ന് അറിഞ്ഞിട്ട് വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടേ. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ അരിച്ചു മാറ്റിയിട്ടുണ്ടേ. ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത്രയെന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രാവശ്യത്തേക്ക് ഇത്ര ആവശ്യമില്ല, ഇതിൻ്റെ പകുതി മാത്രം മതി. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത്ര ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ തലയിൽ തേക്കുന്നത് ആ ഹെയർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് 5 മിനിറ്റ് ഒന്ന് നമുക്ക് അങ്ങനെ തന്നെ വച്ചേക്കാം, അടച്ചു വെച്ചേക്കാം. അതിന് ശേഷം നമുക്ക് കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ തലയിലേക്ക് സ്പ്രേ ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാൻ ഷാമ്പൂസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തലയിൽ നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൊല്യൂഷനിലേക്ക് ഹെയർ ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.